ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ആൻസർ കീ ആണ് മിസ് തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? എ ബിയും ക്യു ആറും ഈക്വലാണ്, എ സിയും പി ക്യൂവും ഈക്വലാണ്, ബി സിയും പി ആറും ഈക്വലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എയും ആംഗിൾ ബിയും തന്നിട്ടുണ്ട്. ആംഗിൾ ക്യൂ ആണ് നമ്മളോട് ഫസ്റ്റ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്താ പറയുക? ആംഗിൾ ക്യൂ ഏതിന് ഓപ്പോസിറ്റാണ്? പി ആറിന് ഓപ്പോസിറ്റാണ് അല്ലേ? അപ്പോൾ പി ആറ് ബി സിക്ക് ഈക്വലാണ്. അപ്പോൾ ബി സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഫസ്റ്റത്തെ ട്രയാങ്കിളിൽ ആംഗിൾ എ അല്ലേ? അപ്പോൾ ആംഗിൾ എ 50 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ക്യൂവും എന്ത് തന്നെ ആയിരിക്കും? 50 ഡിഗ്രി തന്നെ ആവും വരിക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആംഗിൾ പി ചോദിച്ചിട്ടുണ്ട്. ആംഗിൾ പി ഏതിന് ഓപ്പോസിറ്റാണ്? ക്യു ആറിന് ഓപ്പോസിറ്റാണ് അല്ലേ? ക്യു ആർ എന്തിന് ഈക്വലാണ്? ക്വസ്റ്റ്യനിൽ നോക്കൂ, എ ബിക്ക് ഈക്വൽ അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റത്തെ ട്രയാങ്കിളിൽ എ ബിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ സി ആണ്. ആംഗിൾ സി നമുക്ക് അവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ സി നമുക്ക് എന്ത് കിട്ടും? 180 മൈനസ് 50 + 60 ചെയ്യുമ്പോൾ ആംഗിൾ സി നമുക്ക് 70 കിട്ടും. ഓക്കെ, അപ്പോൾ ആംഗിൾ സി 70 ആയതുകൊണ്ട് ആംഗിൾ പി അതിന് ഈക്വലാണ്. അപ്പോൾ ആംഗിൾ പിയും നമുക്ക് എന്താണ് കിട്ടുക? 70 ഡിഗ്രി തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓ മിഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ആംഗിൾ എ ഒ സി ആൻഡ് ബി ഒ ഡി. ആംഗിൾ എ ഒ സിയും ബി ഒ ഡിയും ഏതാണ്? ആ ഓൻ്റെ നേരെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആംഗിൾസ് അല്ലേ? അതിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ട് ലൈനുകൾ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ആംഗിൾസ് ആണ്. അപ്പോൾ അതായത് എന്താണ്? അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ റിലേഷൻ എന്താ ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി? അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആംഗിൾ എ ഒ സി ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി. വൈ ദേ ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്, അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചിട്ടുണ്ട് ആർ ദീസ് ട്രയാങ്കിൾസ് ഈക്വൽ? വൈ? ഈ രണ്ട് ട്രയാങ്കിൾസ്, അതായത് ട്രയാങ്കിൾ എ ഒ സിയും ട്രയാങ്കിൾ ബി ഒ ഡിയും ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ ഒ ഈക്വൽ ടു ഒ ബിന്ന് എഴുതാം. ഫസ്റ്റത്തെ ട്രയാങ്കിളിൽ എയും രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഒ ബിയും ഈക്വലാണ്. വൈ? ഒ മിഡ് പോയിൻ്റ് ആണ് അല്ലേ? അതേപോലെ തന്നെ സി ഒ ഈക്വൽ ടു ഒ ഡിന്ന് എഴുതാം. ഫസ്റ്റത്തെ ട്രയാങ്കിളിൽ സി ഒയും രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഒ ഡിയും അല്ലേ? എന്തുകൊണ്ടാണ്? ഒ മിഡ് പോയിൻ്റ് ആണ്, അതിൻ്റെ സി ഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. പിന്നെ എന്തോ എഴുതാം? ആംഗിൾ എ ഒ സി ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി. നമ്മൾ നേരത്തെ കണ്ടെത്തി എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അതിൻ്റെ നടുക്കുള്ള ആംഗിൾസും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? എസ് എ എസ് തിയറം വെച്ചിട്ട് ദീസ് ടു ട്രയാങ്കിൾസ് സാറ്റിസ്ഫൈഡ് എസ് എ എസ് തിയറം അല്ലേ? രണ്ട് സൈഡും അതിൻ്റെ നടുക്കുള്ള ആംഗിളും എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫിഗർ ഓ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ സി ഈസ് ദ ഡയമീറ്റർ. ആംഗിൾ എ ഒ ബി 70 ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് പറഞ്ഞു? ഫൈൻ ബി ഒ സി. ബി ഒ സിയും എ ഒ ബിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ എ സി എന്താണ്? ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ അതൊരു എന്താണ്? ലീനിയർ പെയർ ആംഗിൾസ് ആണ്. ആ രണ്ട് ആംഗിൾസും ലീനിയർ പെയേഴ്സ് ആണ് അല്ലേ? ബി ഒ സിയും എ ഒ ബിയും ലീനിയർ പെയേഴ്സ് ആണ്. അപ്പോൾ എ ഒ ബി 70 ഡിഗ്രി തന്നതുകൊണ്ട് ബി ഒ സി എന്താണ് വരിക? 180 മൈനസ് 70 എന്താണ് കിട്ടുക? 110 ആണ് കിട്ടുക. ആംഗിൾ ബി ഒ സി 110 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ ഒ സി ബി. ആംഗിൾ ഒ സി ബി ഏതാണ്? ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെ അറ്റത്തുള്ള ഒരു ട്രയാങ്കിളിൻ്റെ അറ്റത്തുള്ള ആംഗിൾ അല്ലേ? അപ്പോൾ ഇതിൽ നമുക്കറിയാം ഒ സെൻറ്റർ ആയതുകൊണ്ട് ഒ സിയും ഒ ബിയും ഒ എയും ഒക്കെ എന്തായിരിക്കും? ആ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കുമല്ലോ അല്ലേ? റേഡിയസ് ആയിട്ടാണ് വരിക. വൈ? എന്താണ്? സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ലൈനുകളല്ലേ? അപ്പോൾ എന്തായിരിക്കും? അത് റേഡിയസ് ആയിരിക്കും. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ ഒ സി ബി. ഒ സി ഈക്വൽ ടു ഒ ബി. വൈ? ദ റേഡിയസ് ഓഫ് സർക്കിൾ. ദിസ് ടു ആർ റേഡിയസ് ഓഫ് സർക്കിൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ദിസ് ഈസ് എ ഐസോസിലസ് ട്രയാങ്കിൾ. ദിസ് ഈസ് എ ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്തറിയാം? അതിൽ ബി ഒ സി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അതിൻ്റെ മറ്റ് രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ? ബി ഒ സി 110 ആണ്. ബാക്കി എത്രയാണ് വരിക? ബാക്കി 70 ഡിഗ്രിയാണ് വരിക അല്ലേ? അപ്പോൾ ഈ 70 ഡിഗ്രി നമ്മൾ ഈ രണ്ട് ആംഗിൾസിനും ഈക്വലായി കൊടുക്കുമ്പോൾ
ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 70/2 35 ആണ് വരിക അല്ലേ. ആംഗിൾ ഒ സി ബിയും ആംഗിൾ ഒ ബി സിയും എന്താണ് വരിക 35 വീതമാണ് വരിക. ഓക്കെ, അങ്ങനെയാണ് അത് കണ്ടെത്തുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഡ്രോ ആൻ ആംഗിൾ ഓഫ് മെഷർ 23.5 ഡിഗ്രി. 23.5 ഡിഗ്രി ഉള്ളൊരു ഒരു ലൈൻ ആംഗിൾ വരക്കണം. എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? 23.5 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രൊട്രാക്ടറിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇരട്ടി എടുക്കും. 23.5ൻ്റെ ഡബിൾ എന്താണ്? 47 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 47ൽ ഒരു ആംഗിൾ വരച്ചിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബൈസെക്ടർ വരക്കും അല്ലേ. ആംഗിളിന് ബൈസെക്ടർ വരക്കാൻ വേണ്ടി നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണ് എന്ത് വരിക, ഇത് വരക്കുക കേട്ടോ.